റിലീസിന് മുമ്പ് നമുക്ക് ആകെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്നത് ഈ പറഞ്ഞ ഫസ്റ്റ് ലുക്ക് തൊട്ട് ട്രെയിലർ വരെയുള്ള കാര്യങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓരോ ദിവസവും ക്യാരക്ടർ പോസ്റ്ററുകൾ വരുന്നുണ്ട്, ലാലേട്ടൻ്റെ വ്യത്യസ്ത സ്റ്റില്ലുകൾ വരുന്നുണ്ട്. ഈ ഇതിനേക്കാൾ ഒരു പേഴ്സണൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ എംബ്രാൻ്റെ ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോഴും. അതിലെങ്ങനെയാ ഭയങ്കരമായിട്ട് ചെറിയാണ്. നമ്മൾ സിനിമ തന്നെ എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്ത് തരുന്നത് ഫുൾ ടൈം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ സീൻ എടുക്കുമ്പോഴും നമുക്ക് അത് എടുക്കുന്ന രീതിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ തന്നെ എക്സൈറ്റഡ് ആണ്. പിന്നെ ക്യാമറയിൽ കൂടെ നമ്മൾ ലാൽ സാറിനെ കാണുന്നത് പുള്ളിയുടെ ആ ഒരു ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളൊക്കെ നമുക്ക് ഒരു എങ്ങനെയെങ്കിലും അത് ക്യാപ്ചർ ചെയ്യണം, അത് മിസ്സാവരുന്നുള്ള രീതിയിൽ എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്ത് തരുന്നത്. ഈ ശരിക്കും ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോഴാണ് എല്ലാവർക്കും ഈ എംബ്രാനെ പറ്റി ശരിക്കും ഒരു ഭയങ്കരമായിട്ട് വന്നത്. കാരണം അതിലൊന്നും ഗ്രാഫിക്സ് ഇല്ല, എല്ലാം റിയൽ തന്നെയായിരുന്നു എന്നുള്ള ആ ഫസ്റ്റ് ലുക്കിന്റെ പിന്നിലൊക്കെ അത് ശരിക്കും ഫസ്റ്റ് ലുക്ക് വന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് AI ആണ്, അത് കോമ്പോസിറ്റ് ചെയ്തതാണെന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഡിസൈനർക്ക് എനിക്ക് കുറച്ച് വിഷമം തോന്നിയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് റിയൽ ആയിട്ടുള്ള ഒരു സ്റ്റിൽ തന്നെയാണ്, അതിനെ നമ്മൾ ടച്ച് ചെയ്ത് നമ്മുടെ ഫോണ്ടും പരിപാടികളെല്ലാം ആഡ് ചെയ്തിട്ട് വിട്ടേക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഡിസൈനറോട് പറഞ്ഞായിരുന്നു, നീ ടെൻഷൻ ആവണ്ട, നമുക്ക് എന്തെങ്കിലും ട്രെയിലറോ അല്ലെങ്കിൽ ഏതോ വരുമ്പോൾ എന്തെങ്കിലും അതിൽ ഷോട്ട് ഉണ്ടാവും, ഇല്ലെങ്കിൽ സിനിമ ഇറങ്ങുമ്പോൾ ആൾക്കാർ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇത് റിയലാണെന്നുള്ളൊരു തോന്നൽ എന്തായാലും ഉണ്ടാവുമല്ലോ, നോക്കാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ട്രെയിലറിൽ ആ ഷോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ആൾക്കാർക്ക് വിശ്വാസമായത് അത് റിയൽ ഷോട്ടാണെന്നുള്ളത്. അതുപോലെ ശരിക്കും ഈ ആൾക്കാർ മിസ്ജഡ്ജ് ചെയ്തിട്ടുള്ള വേറെ ഷോട്ടുകൾ ഉണ്ടോ? നമ്മൾ ഈ ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ, ഹെലികോപ്റ്റർ ഷോട്ടുകൾ കുറേ ഉണ്ട് അതിൽ, ഒന്നിലധികം ഉണ്ട്. ഈ ശരിക്കും എംബ്രാൻജിനെ എന്നാ തുടങ്ങണേ ഫസ്റ്റ്? ശരിക്കും എൻ്റെ ജേണി എന്ന് പറയണത് ഞാനിപ്പോൾ ഒരു 15 വർഷത്തോളം ആയിട്ടുണ്ട്. അതിൽ ഇൻഡിപെൻഡൻ്റ് ആയത് 2010-ലാണ്. ഒരിടത്തൊരു പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഏകദേശം ഒരു 65 സിനിമകളോളം ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ കൂടെ ഏകദേശം ഇപ്പോൾ ഒരു 15ഓളം സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ലൂസിഫർ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പുള്ളി വിളിക്കുന്നു, പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ജൂണിൽ ഷൂട്ട് തുടങ്ങും, അപ്പോൾ ആ സമയത്ത് ഫ്രീ ആവില്ലേ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ തന്നെ നമ്മുടെ കിളി പോയി. പിന്നെ അത് ലൂസിഫറിൽ അങ്ങനെ ആഡായത്. പിന്നെ ആ സെയിം ടീമിനെയാണ് എമ്പുരാൻ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഇത് ലൂസിഫർ കഴിഞ്ഞപ്പോഴേ പുള്ളി പറഞ്ഞായിരുന്നു. അങ്ങനെ എമ്പുരാനിലേക്ക് എത്തി. അതിൻ്റെ ഇടയിൽ ബ്രോഡാഡി വർക്ക് ചെയ്തായിരുന്നു. ഈ ലൂസിഫറിൽ ഓർത്തിരിക്കുന്ന ഒരു സ്റ്റില് ശരിക്കും ഞങ്ങൾക്കൊക്കെ ഉള്ളത് ആ ജീപ്പിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന ഷോട്ടായിരുന്നു. ചേട്ടൻ്റെ ഫേവറേറ്റ് ഷോട്ട് ഏതാ ലൂസിഫറിൽ? എനിക്കതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ആ പുള്ളീനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്ന ഒരു സീനുണ്ട്. അതിൽ പുള്ളി ഒരു മറ്റേ കോറിഡോറിൽ ഇങ്ങനെ നടന്നു വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിങ്ങനെ ഒരു ഹൈഡിങ് ഇങ്ങനെ കയറി വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പുള്ളിയുടെ കണ്ണ് മാത്രമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, പോലീസുകാരൻ്റെ പുറകിൽ കണ്ണ് മാത്രം. പിന്നെ ചടപടാ നമ്മൾ ക്ലിക്ക് ചെയ്തു. അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് മൂവ്മെൻ്റ് ആയിരുന്നു. അത് നമ്മളിപ്പോൾ മറ്റേ പുള്ളിയുടെ ഫസ്റ്റ് ലുക്ക് ലെവലിൽ വിടുകയൊക്കെ ചെയ്തായിരുന്നു. അത് ഭയങ്കര ഫാൻസ്, പിന്നെ ഭയങ്കര അത് പിന്നെ എല്ലാവരും ഏറ്റെടുത്തൊരു ഫോട്ടോ ആയിരുന്നു. ഈ അതിലെ ഖുറൈഷി എബ്രാഹിം ലുക്ക് വളരെ കുറച്ച് പേര് മാത്രമായിരുന്നല്ലോ റിലീസിന് മുമ്പ് കണ്ടിട്ടുണ്ടാവും. ഈ ആദ്യം ഈ ഖുറൈഷി എബ്രാഹിം ലുക്ക് കണ്ടപ്പോഴുള്ള ഇതെന്തായിരുന്നു? ലാലേട്ടൻ്റെ വാച്ച്, ഗ്ലാസ്, മൊത്തത്തിൽ അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ അത് റഷ്യയിലാണ് ഷൂട്ട് ചെയ്തത്. അത് പക്ഷേ നമ്മളാരും അങ്ങനെ അധികം പോയിട്ടില്ല. ആകെ ഒരു 5 പേര് 6 പേര് ക്രൂ മാത്രം പോയി ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു ഇതായിരുന്നു. ശരിക്കും ദുബായിലായിരുന്നു അത് ഷൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചായിരുന്നത്. ദുബായിൽ പെർമിഷൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ മറ്റേ ഡയറക്ടർ തന്നെ റഷ്യയിൽ പോയി ലൊക്കേഷൻ കണ്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്തൊരു ഇതായിരുന്നു. അത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് കാണാനുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. ഈ എംബ്രാനിലെ ഫസ്റ്റ് ഷോട്ട് ഏതായിരുന്നു സ്റ്റില്? എംബുരാനിൽ നമ്മൾ ഷൂട്ട് തുടങ്ങണത് ലഡാക്കിലാണ്. ലഡാക്കിലെ കുറച്ച് പരിപാടികളാണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയത്. പിന്നെ ലാൽ സാറ് ജോയിൻ ചെയ്തപ്പോഴാണ് കുറച്ച് നമുക്ക് കൂടുതൽ ഒരു എനർജിയും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ കിട്ടും. ലാലേട്ടൻ എൻജോയ് ചെയ്യാറുണ്ട് പൊതുവെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ അത് കാണിക്കുമ്പോഴൊക്കെ? പുള്ളിക്ക് അത് കാണാൻ ആഗ്രഹമുള്ള ഒരാളാണ്. നമ്മൾ എടുത്ത് കഴിഞ്ഞ് കാണിക്കുന്നത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ക്യാമറയിൽ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ലാപ്ടോപ്പിൽ കൊണ്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ കണ്ടിന്യൂ കൊള്ളാമെന്നാണെങ്കിൽ പുള്ളി അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. കൊള്ളാം.
പുള്ളി എനിക്ക് അത് നമ്മൾ കൂടുതൽ കാണിക്കുമ്പോൾ അവർക്കും ഒരു എനർജി ഉണ്ടാവും. നമ്മൾ പിന്നീട് ഒരു സ്റ്റിൽ എടുക്കാൻ വേണ്ടി നമ്മൾ അവരോട് പോസ് ചെയ്യാൻ പറയണോ കാര്യങ്ങളോ, അപ്പോൾ അവർക്ക് അതൊരു വിശ്വാസമാണ്. അപ്പോൾ അത് എടുക്കുന്നത് കൊള്ളാമായിരിക്കും എന്നുള്ളൊരു തോന്നലും കൂടി വരും. അതുകൊണ്ട് ഒരു ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഡയറക്ടറിന്റെ സ്റ്റിൽ എടുക്കുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ? ഡയറക്ടർ ഉദ്ദേശിച്ച് വർക്ക് ചെയ്താണോ അല്ലെങ്കിൽ പുള്ളി അഭിനയിക്കുമ്പോഴാണോ? അഭിനയിക്കുമ്പോൾ നമുക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് അറിയാമായിരുന്നു. അതും ഈ പറഞ്ഞ മാതിരി അത് പിന്നെ നമുക്ക് കുറച്ച് ഹറിബറി പരിപാടികളാണ് അവിടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി അഭിനയിക്കുന്നു, നേരെ വന്ന് മോണിറ്റർ നോക്കുന്നു, പിന്നെ തിരിച്ചു പോയി അഭിനയിക്കുന്നു. അപ്പം നമുക്ക് ടൈം കിട്ടാൻ കുറച്ച് ഇതുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് സ്റ്റില്ല് പറഞ്ഞ് വേഗം എടുക്കും. അപ്പോൾ പുള്ളി പറയും വേഗം എടുത്തോളൂ എന്ന് പറയും. കാരണം വെച്ചാൽ പുള്ളിക്ക് ഇത് മോണിറ്റർ കണ്ട് അതിൻ്റെ ഓക്കെ അടിച്ചിട്ട് വേണം അടുത്ത ഷോട്ടിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ സമയത്തിൻ്റെ കുറച്ച് പ്രശ്നം അങ്ങനത്തെ ഏരിയയിൽ മാത്രം ഉണ്ടായിട്ടുണ്ട്. ഈ ശരിക്കും ഫസ്റ്റ് പൃഥ്വിരാജിനെ മീറ്റ് ചെയ്യണ ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ഞാൻ ശരിക്കും മീറ്റ് ചെയ്യണത് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ പടത്തിലാണ്. അന്ന് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയം. ആ സിനിമയിലാണ് പുള്ളീനെ ഞാൻ 2 പടം വർക്ക് ചെയ്തായിരുന്നു അസിസ്റ്റൻ്റായിട്ട്. ആ സമയത്ത് തലപ്പാവും ചോക്ലേറ്റും. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത പടം പൃഥ്വിരാജിനോട് വർക്ക് ചെയ്തത് അർജുനൻ സാക്ഷി എന്ന് പറഞ്ഞ പടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇപ്പം ഏകദേശം ഒരു 15 പടത്തോളം പുള്ളിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബ്രോഡാഡി ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? വളരെ കുറച്ച് പേരാണല്ലോ സെറ്റിൽ ഉണ്ടാവുക. ബ്രോഡാഡി ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു സിനിമയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടും കുറച്ച് ഹ്യൂമർ പരിപാടികളൊക്കെ ആയ കാരണം സെറ്റിലും അതിൻ്റേതായിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അധികം അതിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി എമ്പുരാൻ പോലെയല്ല, വലിയ ടെൻഷൻസ് ഇല്ലാത്ത ഷൂട്ടും പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ വേറെ എവിടേക്കും കൊറോണ ടൈമിലാണ് ശരിക്കും അത് ഷൂട്ട് നടന്നത്. ഹൈദരാബാദാണ് മൊത്തം ലൊക്കേഷൻ. എല്ലാവരും ലൊക്കേഷനിലുണ്ടാവും. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഷൂട്ട് തന്നെയായിരുന്നു അത്. ഈ ആസ് എ ഡയറക്ടർ പുള്ളി എങ്ങനെ ടീമിനെ ആക്ച്വലി മൊത്തത്തിൽ കൊണ്ടുപോകണ ഒരു വൈബ് സെറ്റ് ചെയ്യണതിനൊക്കെ എങ്ങനെ ആസ് എ ഡയറക്ടർ? പുള്ളി ഓൾറെഡി ഈ പറഞ്ഞ മാതിരി പുള്ളിക്ക് എല്ലാ കാര്യത്തിനും കുറച്ച് നല്ല ക്ലാരിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ക്ലാരിറ്റി എല്ലാവരും അവരവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇന്ന പോലെയാണ് വേണ്ടത്, ഇന്നതാണ് വേണ്ടതെന്നെല്ലാം എല്ലാവരും വ്യക്തമാക്കി തന്നിട്ടുണ്ടോ. നമ്മുടെ ജോലി കുറച്ച് ഈസിയാണ്. അപ്പോൾ ആ ഒരു ടീം പുള്ളിക്ക് അറിയാമോ, പുള്ളി അത് ക്ലാരിറ്റി കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ അത് പിന്നെ ഒരു ടീം വർക്കായിട്ട് ലൂസിഫറിൽ മാറി. അത് പിന്നെ എല്ലാ പടങ്ങളും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. സ്റ്റിൽ ക്യാമറകളെ കുറിച്ചിട്ടൊക്കെ പുള്ളിക്ക് ഭയങ്കര ധാരണയാണ്. നമ്മൾ ഓരോ ക്യാമറ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഞാൻ പറയും ഞങ്ങനെ ക്യാമറ അപ്ഡേറ്റ് ചെയ്തു, അപ്പോൾ ഏതെടുത്ത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞു. പുള്ളി കൊള്ളാം. എമ്പുരാന് വേണ്ടിയിട്ട് പുതിയ ക്യാമറ എടുത്തായിരുന്നു. ഞാനിപ്പോൾ സോണി A1 എന്ന് പറഞ്ഞിട്ട് ക്യാമറ. ട്രൈ ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പുള്ളിക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയാം. നമ്മൾ പറയുമ്പോൾ തന്നെ ഇനിയിപ്പോൾ ആ പുള്ളിക്ക് അത് പറഞ്ഞാൽ ആ പേര് കേട്ടാൽ തന്നെ പുള്ളി അതിൻ്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കും എന്താണെന്നുള്ളത്. പുള്ളി അപ്പം തന്നെ പഠിക്കും. അങ്ങനെ ഒരു വ്യക്തി കൂടിയിട്ടാണ്. ഈ എന്തെങ്കിലും പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ തരും നമുക്ക് ഇങ്ങനത്തെ സ്റ്റില്ലുകൾ വേണം? അതുണ്ടാവും. അത് പുള്ളി പറയും എനിക്ക് ഇങ്ങനത്തെ പോലെയൊക്കെ വേണം, ഇന്ന മാതിരിയാണ് വേണ്ടത്, ഇന്ന സീനുകളിൽ പ്രത്യേകിച്ച് ഉണ്ടാവും. അപ്പോൾ അതിനെ നമുക്ക് ടേക്കിലെടുക്കാൻ പറ്റുന്ന നമ്മൾ ടേക്കിലെടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിൽ ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ ടേക്ക് ഓക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരെ സെയിം പോസ് ചെയ്യിപ്പിച്ച് അതിന് വേണ്ടിയിട്ടുള്ള എടുക്കും.